അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല, കുറച്ച് പണിത്തിരക്കൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ റബ്ബർ മരത്തിൽ റെയിൻ ഗാർഡ് ഇടലായിരുന്നു കേട്ടോ നമുക്ക് പണി. മരത്തിൽ കവറൊട്ടിക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അതിന് മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നൂൽപ്പെട്ട്. അപ്പം ഞാനിപ്പോൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മാവ് വാട്ടിക്കഴിഞ്ഞാൽ അത് നല്ലപോലെ കുഴച്ചൊന്നും എടുക്കില്ല. അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ ആ സേവനാഴിയിലിട്ട് ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന ലൈക്കിനും കമൻറ്റിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോയും കണ്ട് സഹകരിക്കണേ. എൻ്റെ ഈ ചെറിയ ചാനലിൻ്റെ വിജയം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു 3-4 വർഷം ഒരു ചാനലൊക്കെ ഇട്ട് അതിൽ വീഡിയോ ഇട്ട് മതിയായി തോറ്റു കേട്ടോ ഞാനും. അപ്പോൾ ഇനി അത് ഇട്ടിട്ട് അതിൽ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് കരുതിയത് കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വേറൊരു ചാനലൊക്കെ ഒന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ വീഡിയോ കാണാൻ സമയമില്ലെങ്കിലും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെക്കുകയെങ്കിലും ചെയ്യണം കേട്ടോ. ഇനി ഈ ചാനലിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും. അപ്പോൾ മറ്റേ ചാനലുണ്ട്, അതിൽ വീഡിയോസ് എപ്പോഴെങ്കിലുമൊക്കെ ഇടാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വാച്ച് അവർ ആക്കിയില്ലെങ്കിൽ ഉള്ള വാച്ച് അവറെല്ലാം കുറഞ്ഞു പോകുമെന്നൊക്കെയാണല്ലോ യൂട്യൂബിൽ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും മുമ്പൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഇട്ടു, അതേപോലെ ഞാനും അങ്ങോട്ട് ഇട്ട് തുടങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടാനൊക്കെ കുറേ മുടക്കം വരുത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്കത് വാച്ച് അവർ ആവാത്തത്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ വാച്ച് അവർ ആക്കിയാൽ ആ ചാനലിനൊരു ഗുണമുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പലരും പറയുന്നത്. അപ്പോൾ ഞാൻ ആ ചാനലൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഒരു 2-3 വർഷമൊക്കെ ആവും. ഇതുവരെ വാച്ച് അവറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലിട്ടിട്ട് ആ വീഡിയോ ഇട്ടിട്ട് ഒരു മടുപ്പ് തോന്നിയിട്ടാണ്. പിന്നെ ഈ യൂട്യൂബ് അങ്ങോട്ട് നിർത്തിപ്പോവാനും നമുക്ക് കഴിയുന്നില്ല. കുറേ നല്ല ഫ്രണ്ട്സുമാരിനെയൊക്കെ ഇതിൽ വന്നപ്പോൾ കിട്ടിയപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇടാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഒരു പുതിയ ചാനൽ തുടങ്ങുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ തോന്നിയത്. പിന്നെ ഇപ്പോൾ കുറച്ച് പണിത്തിരക്ക് ആയതുകൊണ്ട് തന്നെ വീട്ടിലെ പണിയും പിന്നെ തോട്ടത്തിലെ പണിയും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് ടയേർഡായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇടണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും നമുക്ക് എന്നും ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് വീഡിയോ ഇടാനും ഒരു ഉഷാറും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് തേങ്ങാപ്പാലാണ് കേട്ടോ ഇടിയപ്പത്തിന്, പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. പിന്നെ ആദിൽക്കുട്ടിയും കഴിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഒരു പാൽച്ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പമൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. പിന്നെ രാവിലത്തെ പണികൾ കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോഴുള്ള എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കും. ഇന്നിപ്പോൾ കറി വയ്ക്കാൻ മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കിഴങ്ങുണ്ട്, ഉരുളക്കിഴങ്ങ്, അതൊന്ന് തീയൽ വെക്കാനാണ്, വറുത്തരച്ചിട്ടുള്ളൊരു കറി വെക്കാനാണ്. അപ്പോൾ അങ്ങനെ മസാലക്കറിയൊക്കെ വെച്ച് അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ, ഞാനൊഴിക്കുക. എനിക്ക് ഇങ്ങനെയുള്ള കറികളോടൊന്നും അധികം താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു എരിവും പുളിയൊക്കെ വേണം. അപ്പോൾ പലഹാരത്തിനൊക്കെ ആണെങ്കിൽ മസാലക്കറി ഓക്കെ, അങ്ങനെ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ഇടങ്ങേറ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് തേങ്ങ എടുത്ത് അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, കുറച്ച് ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ ശരിക്കും നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുക്കറിലാണ് കേട്ടോ ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കണം അതേപോലെ തന്നെയാണ്. കുറച്ച് സബോളയും കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും അതൊക്കെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുതാക്കി മുറിച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ കിഴങ്ങും ഇതും എല്ലാം കൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം പിന്നെ തക്കാളി, ഒരു ചെറിയൊരു പഴുത്ത തക്കാളി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള എരിവാണ് കേട്ടോ, പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, അത് കുറച്ചൊക്കെ ഇങ്ങനെ ഓരോ അളവിലങ്ങോട്ട് എടുക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അളവ് പറയാത്തത് പറഞ്ഞാൽ എൻ്റെ ചാനൽ കാണുന്നത് അധികവും നല്ലോണം കുക്കിങ്ങും പാചകം അറിയുന്നവരൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഈ ചാനൽ കാണുന്നത്. അപ്പോൾ അവർക്കും ഒരു അളവൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നിൻ്റെയും പൊടികളിൻ്റെ അളവൊന്നും പറയാത്തത്. അങ്ങനെ അതൊക്കെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും കിഴങ്ങൊക്കെ ശരിക്കും നല്ല പുട്ട് പോലെ അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ.
അപ്പോൾ നമുക്കിത് വിസിലിടാതെയും വേവിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വിസിലിട്ടിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയില്ല, അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് മോളോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളൊന്ന് ഇടയ്ക്ക് വന്നിട്ട് അതും ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. അതിന് 2 സൈഡും ഇങ്ങനെ മുറിച്ച് തന്നു കേട്ടോ. തലയും വാലൊക്കെ അവൾ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴുകിയെടുത്തിട്ട് അതും ഞാൻ ഉപ്പേരിക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട്, അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വറുത്തരച്ച തേങ്ങയുണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ഇറക്കി വെക്കണേ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണമെങ്കിൽ ലാസ്റ്റും കൂടെ ഒന്ന് കടുക് വറുത്തൊഴിക്കാം. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് വറുത്തിട്ടെടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കറിയൊക്കെ സെറ്റായി തിളച്ച് വന്ന് അതങ്ങോട്ട് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ വലിയ പപ്പടം ഉണ്ട് ഇപ്രാവശ്യം കിട്ടിയത്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് നടുവേ മുറിച്ചിട്ടാണ് കേട്ടോ പപ്പടമൊക്കെ പൊരിച്ചത്. പിന്നെ പയർ മെഴുക്ക് വരട്ടി വയ്ക്കുമ്പോൾ കൂടെ 2 കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ചോറ് തിന്നാനൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കില്ല, ആദിലാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കറി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മസാലക്കറി അത്ര ഇഷ്ടമല്ലാന്ന്. അപ്പോൾ ഞാനൊരു കുറച്ച് തക്കാളി എടുത്തിട്ട് ഒരു ചമ്മന്തി പോലെ അങ്ങോട്ട് ആക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉണക്കമുളകൊക്കെ ഇട്ട്. അപ്പോൾ ഞാനിത് പല രീതിയിലും ഇങ്ങനെ തക്കാളി കറി ഉണ്ടാക്കും കേട്ടോ. എന്താ മനസ്സിക്ക് തോന്നുന്ന ഐഡിയ അപ്പോഴേക്കപ്പോഴും അങ്ങനെ ചെയ്തെടുക്കലാണ് കേട്ടോ എൻ്റെ പണി. അപ്പോൾ ഇതാ കുറച്ച് കടുകും ഉണക്കമുളകും എല്ലാം ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് മുറിച്ച് വെച്ച തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിനൊക്കെ ഈ ഒരു ചമ്മന്തി ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഉണക്കമുളകും കടുകൊന്നും ഇടില്ല, വെറുതെ എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് തക്കാളി വാട്ടിയെടുക്കണ്ട. ഓരോ സമയത്ത് ഓരോ വിധത്തിലാണ് എൻ്റെ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഉച്ചക്കാലത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് രാവിലത്തെ കുറച്ച് നൂൽപുട്ടുണ്ട്, അതൊക്കെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച കിഴങ്ങ് കറി ഞാൻ കുക്കറിൽ നിന്നൊരു മൺചട്ടിയിലേക്ക് മാറ്റി. പിന്നെ പയറും ഉരുളക്കിഴങ്ങും കൂടെ ഒരു മെഴുക്ക് വരട്ടി അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ആദ്യം എൻ്റെ ഈ സ്പെഷ്യൽ കറിയാണ് കേട്ടോ എടുത്തത്, തക്കാളി ചമ്മന്തി. അതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ. പിന്നെ അതാ നമ്മൾ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിക്ക് ചോറ് മാത്രം വെച്ചാൽ മതി, പിന്നെ കറികളൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. പെട്ടെന്നൊക്കെ ഒരു കറി വെക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുളിയും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ അടുക്കളയിൽ വന്നിട്ട് അതാ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്ക് ഈ സമയം കുട്ടികളൊക്കെ ഇങ്ങനെ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അയാൻകുട്ടി ആദ്യം കൊടുത്താലും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ നുള്ളിപ്പെറുക്കി തിന്നണ്ട. അപ്പോൾ എനിക്ക് ഈ 2 കറി തന്നെ ധാരാളം കേട്ടോ. നല്ല പയറുപ്പേരിയും തക്കാളി ചമ്മന്തിയും തന്നെ എനിക്ക് മതി. പിന്നെ ഞാനിതാ കഴിക്കണം കേട്ടോ. കുറച്ച് കിഴങ്ങ് കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ചില കൂട്ടുകാരുടെ വീഡിയോ കാണുമ്പോൾ കമൻറ്റൊന്നും ഡയറക്റ്റായിട്ട് ഇടാൻ കഴിയുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതുകൊണ്ട് ചില കൂട്ടുകാരുടെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.